മരുന്ന് കുഴപ്പമില്ല അപ്പം ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻകാരൻ പോവോ പ്ലേറ്റ് ഒക്കെ പിടിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ മീൻ മേടിക്കാൻ പോകണം. രാവിലെ ഉണ്ടായിട്ട് സമയം ഇപ്പോൾ ഞാൻ സത്യം 8 മണി 8:15 പതിച്ച ആളാട്ടാ. പിന്നെ ഒന്ന് ഡൈ അടിക്കാണ്ടായിരുന്നു. അപ്പം ഡൈ ഒക്കെ അടിച്ചു. ഹെയർ ഇവിടെ കുറച്ച് നല്ലതാണ്. അപ്പം അതൊക്കെ ഒന്ന് ഡൈ കറുപ്പിച്ചു. പിന്നെ എന്തായത് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു. കുണുക്കനെ കുളിപ്പിച്ചു. അതാണ് ഏറ്റവും വലിയ പണി. വിളിച്ചോടത്തേക്ക് വരില്ല. അപ്പം കുണുക്കൻ്റെ കുളിയും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള എല്ലാ അടക്കളയിലും ഏകദേശം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പോയിട്ട് കുക്ക് ചെയ്യണം. അതാണ് എൻ്റെ പണി. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്താ, മീൻ മേടിക്കാൻ പോവാണ്. ഇന്ന് കുഞ്ഞിന് എക്സാമുണ്ട്. അപ്പോൾ പോണ ദിവസമാണ്. പുറത്ത് വെളിച്ചത്തിന് വീഡിയോ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. മീൻ മേടിച്ചിട്ടില്ല. അങ്ങനെ ഞാനും ഏട്ടനും കുണുക്കനും കൂടി മീൻ മേടിക്കാൻ പാട്ടെ. അപ്പോൾ കുണുക്കൻ കുളിച്ചാൽ ചെരുപ്പ് കാണാൻ ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. ചെരുപ്പ് പട്ടി കടിക്കണേ അത് സ്റ്റാൻഡിലേക്ക് എടുത്ത് വയ്ക്കണം. അപ്പോൾ ചെരുപ്പിൻ്റെ തന്നെ അവന് എടുത്ത് പൊക്കിയിട്ടാണ് ഞാൻ മീൻ നോക്കുന്നത്. പിന്നെ അവന് മീൻ കാണണമെങ്കിൽ അവനെ പൊക്കും വേണം. അങ്ങനെ ഹൈറ്റ് എത്തില്ലല്ലോ. അങ്ങനെ മീൻ മേടിക്കട്ടെ. അപ്പോൾ ഞാൻ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ എൻ്റെ ഇടയിൽ മെസ്സേജ് അയക്കുന്നു, ചേച്ചിക്ക് എന്ത് പറ്റി വയ്യെന്നൊക്കെ വെച്ചിട്ട്. സത്യം പറഞ്ഞാൽ തീരെ വയ്യായിരുന്നു. 2 ദിവസം 3 ദിവസം ഇങ്ങനെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും ഭയങ്കര തലവേദനയും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോകളാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. തീരെ വയ്യാണ്ട് ഭയങ്കര ക്ഷീണം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടപ്പാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. 100 മത്തി എങ്ങനെ ചെയ്യും? ഇതും ഒരു കാര്യമില്ല. ഈ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. നേരത്തെ സെയിം മത്തി അതിൻ്റെ കൂടെ പുറപ്പോൾ തന്നെയാണ്. ഞങ്ങൾ നെൽശ്ശേരി വയ്ക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടേ, അത് കൊടുക്കണം. ഞാൻ വേണ്ട വെച്ചിട്ട് 1.5 കിലോ ചിക്കൻ വിളിച്ച് പറയിച്ച അയാളോട്. പിന്നെ അതിങ്ങനെ വറുത്ത പിള്ളേർ അധികം തിന്നു വെച്ചിട്ട് അവിടെ പിള്ളേർ ഇതൊന്നും കഴിക്കുന്നില്ല. എന്തായാലും വേറെ വെച്ചേ ഓഫ് ചെയ്താണ് കേട്ടോ. ഞാൻ പോകാൻ കുളിക്കാൻ വരുമ്പോൾ ഫാൻ ഓഫ് ചെയ്തപ്പോൾ അതിന് ഇട്ട് കൊടുത്തു. അതിന് ചൂടെടുത്തിട്ട് അങ്ങനെ ഇതേ മീനൊക്കെ മേടിച്ച് ഞാൻ വന്നു. പിന്നെ അടുക്കളയിലത്തെ ആദ്യത്തെ കാര്യങ്ങൾ അടുക്കള ക്ലീൻ ചെയ്തിട്ടുണ്ട് നടക്കലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ പാത്രം അവിടെ ഇരിക്കുമ്പോഴേ പാത്രം കഴുകിയിരിക്കുന്ന ഒരു കൊട്ട അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് സൗകര്യം കുറവാണ്. തീരെ അടുക്കള ചെറുതായി സ്പേസ് കുറവാണ്. അപ്പോൾ ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് കുഞ്ഞിന് ലാസ്റ്റ് എക്സാമുള്ള ദിവസം. അപ്പോൾ ഇന്ന് കുഞ്ഞിനെ കൊണ്ട് എക്സാമിന് പോകണം. അപ്പോൾ വേഗം തീർത്തിട്ട് 8:30 ചെയ്യുന്നു. കുളിയും ചേപ്പൊക്കെ കഴിഞ്ഞ് 9:10 മണിയൊക്കെ ആയിട്ടാണ്. ഇനി 11:30-12 നമുക്ക് കുഞ്ഞിനെ കൊണ്ടാക്കാൻ പോവും വേണം. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ വെച്ച് എരിശ്ശേരി വയ്ക്കാമെന്ന് വെച്ചത്. മത്തങ്ങയും പയറും എരിശ്ശേരി വയ്ക്കാമെന്ന് വെച്ച് പയറൊക്കെ കഴുകി കുക്കറിലിട്ടു. അതിൽ ഒരു ശർക്കരച്ചോ അല്ലെങ്കിൽ 2 ടീസ്പൂൺ പഞ്ചസാരയോ എന്താണെങ്കിൽ ഇടാം. പയർ വേവിക്കുന്നത് കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. എൻ്റെ ശർക്കര എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ശർക്കര ഉണ്ടെങ്കിൽ ഒരു ശർക്കര ഇട്ടിട്ട് ആ പയർ വേവിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിനായിട്ട് അവിടെ കുണുക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് കാഴ്ച കുണിക്കുമ്പോൾ എണിച്ചിട്ടില്ല. കാരണം കുണുക്ക് കഴിച്ചു. കുണുക്കൻ്റെ എൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. ഞാൻ കുളിക്കണ മുന്നേ ആരെ എനിക്കെന്ന് വെച്ചാൽ അവരെ കുളി ഞാൻ കുളിപ്പിച്ച് കൊടുക്കും കേട്ടോ. ഞാൻ സത്യം പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ശേഷം കുളിക്കില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ എനിക്ക് ശേഷം കുളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തോ നമുക്ക് മനസ്സിനൊന്നും ഒരു സുഖമില്ലാത്തൊരു എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടും ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ. അങ്ങനെ ഞാൻ അതിനായിട്ട് ബൂസ്റ്റ് കുണുക്കിന് പഞ്ചസാര ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ബൂസ്റ്റ് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അതിന് മധുരം വേണം. പഞ്ചസാര ഇട്ട് അവൻ കുടിച്ചില്ലെങ്കിൽ പിന്നെ ആ പാൽ ആരും കുടിക്കില്ല. ഞങ്ങൾക്ക് പഞ്ചസാര ഇട്ട പാൽ ഞാനും വീട്ടിൽ വേറെ ആരും കുടിക്കില്ല. കുണുക്ക് മാത്രം പഞ്ചസാര ഇട്ട് കുടിക്കുള്ളൂ. കുണുക്കിന് കുടിക്കും. പിന്നെ ഞാൻ ആ വാൽപ്പാത്രത്തിൽ വെച്ചിട്ട് എന്താ പറയുക, ഇപ്പം എല്ലായിടത്തും ഈച്ചയുടെ ഭയങ്കര ശല്യമല്ലേ. എല്ലാവരും പറഞ്ഞ ഈച്ച ശല്യം. അപ്പോൾ അതിൻ്റെ ഗ്രാമ്പും പട്ടയും കൂടിയിട്ട് വെള്ളം തിളപ്പിക്കുക. 1 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് വെള്ളം ആവണമായിരുന്നു തിളപ്പിക്കുക കേട്ടോ. പട്ടയും ഗ്രാമ്പും പിന്നെ എന്താ പറയുക കർപ്പൂരാണെങ്കിൽ കർപ്പൂരം ഇട്ട് കൊടുക്കാം. അതിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിൽ പയർ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മൾ ദോശയ്ക്കുള്ള തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടി വെച്ചിരുന്നത്. അതിന് കടുകൊക്കെ പൊട്ടിച്ചു. അങ്ങനെ രാവിലെ സത്യം പറഞ്ഞാൽ പൂവുള്ള ധൃതിയിൽ പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ മീൻ ഞാൻ കുളി കഴിഞ്ഞാൽ അതിനേട്ടൻ പറഞ്ഞു ഞാൻ മീൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയണില്ല. എനിക്ക് മൂക്കൊക്കെ അടഞ്ഞ് തീരെ തലവേദന ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്
എൻ്റെ ശബ്ദം മൂക്കുകൊണ്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് എൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട്, മൂക്കൊക്കെ അടഞ്ഞു. അങ്ങനെ നമ്മുടെ പണി ഇപ്പോൾ മഴക്കാലമായില്ല, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ, പിന്നെ ഞാൻ കുറേ നാളായിട്ട് തലയിൽ എണ്ണ തേക്കാണ്ട് 2 ദിവസം മുന്നേ കുറച്ച് എണ്ണയും തേച്ചു, അതുകൊണ്ടാണ് തോന്നുന്നു മൂക്കൊക്കെ അടഞ്ഞു, കുറച്ച് ബുദ്ധിമുട്ട്, തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മളിത് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യട്ടെ. തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പം കിട്ടുന്ന തക്കാളി ഉണ്ടല്ലോ, പുളിയുമില്ല, ഒന്നുമില്ല, ഒരു വികാരം ഇല്ലാത്തൊരു തക്കാളി. അത് ഒരു കറിക്കും ടേസ്റ്റ് കിട്ടുന്നില്ല. എന്നിട്ട് ഇന്ന് ഞാൻ പോയിട്ട് വേറെ 1 കിലോ തക്കാളി മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ തക്കാളി 1 കിലോനോ 1.5 കിലോനോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ തക്കാളി പുളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എരിശ്ശേരി ഞാൻ ഉണ്ടാക്കണമെന്ന് കാട്ടിത്തരാം കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണമെന്നല്ല. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മത്തങ്ങ പയർ വേവിച്ച് വെച്ചു. വേറൊരു ചട്ടിയിലേക്ക് മത്തങ്ങയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഉണ്ടാകും. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് 3 ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കട്ടെ. വെള്ളം അല്ലെങ്കിൽ പയർ വേവിച്ചതുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ അത് കുക്കറിൽ തുറന്ന് നോക്കിയപ്പോൾ പയറൊക്കെ എന്തു, ഞാൻ തലേദിവസം പയർ കുതിരട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം കുതിരട്ടില്ലെങ്കിൽ ഒരു 4-5 വിസിലടിപ്പിക്കണം. കുതിരട്ട പയറാണെങ്കിൽ ഒരു 2 വിസിൽ മതി കേട്ടോ. അങ്ങനെ കുതിർത്തി പയറായിക്കാൻ 2 വിസിൽ അടുപ്പിച്ച പയറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. മത്തങ്ങ ഒന്ന് വേവിച്ച് വയ്ക്കാം. അങ്ങനെ അത് അടുപ്പത്ത് ഞാൻ മത്തങ്ങ വേവിക്കാൻ വെച്ചു. അപ്പോൾ അതിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഒന്ന് വെറുതെ നോക്കിയിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ തക്കാളിക്കറിയുടെ തക്കാളിയൊക്കെ വാടി സെറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ ഗ്രാമ്പൂവിൻ്റെ വെള്ളം തിളച്ച് സെറ്റ്. അപ്പം ഞാൻ വറുത്തരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. നാളികേരം വറുത്തിട്ടുള്ളൊരു എരിശ്ശേരി ഉണ്ടല്ലോ, കൂട്ടെരിശ്ശേരി, അതുപോലെ വയ്ക്കാമെന്ന് വെച്ചു. പിന്നെ ഞാൻ വെച്ചു വേറെ കറി ഉണ്ടാക്കാനുള്ള നേരമില്ലാത്ത കാരണം പച്ചരച്ച് വയ്ക്കാമെന്ന് വെച്ചിട്ട് എരിശ്ശേരി. അപ്പോൾ ഇന്ന് പച്ചരച്ച് വയ്ക്കുന്ന എരിശ്ശേരിയാണ്, വറുത്തരിശ്ശേരി അല്ല. എരിശ്ശേരി 2 ടൈപ്പ് ഉണ്ട്. നാളികേരം വറുത്തരച്ചുണ്ടാകുന്ന എരിശ്ശേരി ഉണ്ട്, പച്ച നാളികേരം അരച്ച് വയ്ക്കുന്ന എരിശ്ശേരി ഉണ്ട്. അപ്പോൾ ഞാൻ പച്ച നാളികേരം അരച്ച് വയ്ക്കുന്ന എരിശ്ശേരി കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്തിട്ട് വെച്ചത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചോദിച്ചു ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി വന്നു അതൊരു കൂട്ടുകറി പോലെയല്ലേ ആവുള്ളൂ, അപ്പോൾ വേണ്ട, അപ്പോൾ പിന്നെ വേറെ കറി എന്തെങ്കിലും ഞാൻ കാണണം, അപ്പോൾ വേണ്ട ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതേ ഞാൻ അടുപ്പത്ത് ദോശ കൂടി ചൂടാന്ന് വെച്ചിട്ട് ഇപ്പുറത്ത് ദോശ ചൂടാണ്ടി ദോശ തട്ട് വെച്ചു. അപ്പോൾ കട്ടിയുള്ള ദോശയാണ്. എന്താ വെച്ചാൽ എല്ലാവരും ഏണിച്ച് ഡ്രസ്സ് മാറി ഒരു 10 തരും. അപ്പോൾ കനം കുറഞ്ഞ ദോശയ്ക്കാകുമ്പോൾ ഈ ഉണങ്ങിയാലോ വെച്ചിട്ട് ഞാൻ കുറച്ച് കട്ടിയുള്ള ദോശനായിട്ട് കട്ടിയുള്ള ദോശ തക്കാളി കറിയും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ അപ്പുറത്ത് നമ്മുടെ മത്തങ്ങയൊക്കെ ഏകദേശം ഒരു 3/4 വെന്ത് കഴിഞ്ഞിട്ടോ. നമ്മുടെ വെന്ത് കഴിഞ്ഞ് എന്താ ചെയ്തിട്ട് നമ്മൾ ഈ ഉടച്ചുടക്കുന്ന സാധനമില്ല, അതുകൊണ്ട് മത്തങ്ങ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ തക്കാളി കറിയിൽ സൊറുക്കി ഒഴിച്ചിട്ട്, എന്താ വെച്ചാൽ ഇപ്പോഴത്തെ തക്കാളിക്ക് പുളി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒഴിക്കേണ്ടി വന്നു. അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ തക്കാളി തീരെ പുളിയോ ഒന്നുമില്ല, തക്കാളിയുടെ യാതൊരു ഫ്ലേവറും ഇല്ല, എന്താണെന്നറിയില്ല. അങ്ങനെ മത്തങ്ങയൊക്കെ ഏകദേശം ഒന്ന് അപ്പോൾ അതുകൊണ്ട് ഉടച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ മത്തങ്ങയിലേക്കുള്ള അരപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നാളികേരം വലിയൊരു മുറി നാളികേരം എടുത്തു കേട്ടോ. നാളികേരം എടുത്തു. പിന്നെ അത് കുറച്ച് ലാസ്റ്റ് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകം കേട്ടോ, ചെറിയ ജീരകം, നല്ല ജീരകം എന്ന് പറയില്ലേ, അതാണ് 1 ടീസ്പൂൺ ഉള്ളത്. പിന്നെ ഒരു 5-8 ചുവന്നുള്ളിയാണ് കേട്ടോ. പലയിടത്തും വെളുത്തുള്ളിയാണ് ഇടാറ്, ഞാൻ ചുവന്നുള്ളിയാണ് ഇടുക. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വെളുത്തുള്ളി ആട്ടോ. എനിക്ക് അതിൻ്റെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടമില്ല എരിശ്ശേരിക്ക്. വെളുത്തുള്ളിയുടെ മണം എരിശ്ശേരിക്ക് എനിക്ക് ഇഷ്ടമില്ല. എന്താ വെച്ചാൽ എൻ്റെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കണ കാരണം ഇങ്ങനെ ഉണ്ടാക്കി ശീലിച്ചാൽ എനിക്ക് അതിന് ചുവന്നുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടം കേട്ടോ. ഞാൻ ചുവന്നുള്ളി ചേർക്കാറ്. അങ്ങനെ ചുവന്നുള്ളി ചേർത്ത് അരച്ച് അത് ഒഴിച്ച് കൊടുത്തിട്ട്, എല്ലാവർക്കും അത് പറ്റുമെന്ന് അറിയില്ല, ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ അത് കുറച്ച് ഞാൻ ഗ്രേവി പോലെ ആക്കിയിട്ട്, എന്താ വെച്ചാൽ വേറെ കറിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒഴിച്ച് കറിയായിട്ട് കൂട്ടാമെന്ന് വെച്ചിട്ട് ശരിക്കും ഒന്ന് വെള്ളം പോലെ കുറച്ച് കട്ടി ഉണ്ടാവും, ഒരുപാട് കട്ടി ഉണ്ടാവില്ല കേട്ടോ. എലിശ്ശേരി നമ്മൾ എലിശ്ശേരി ആകുമ്പോൾ ശരിക്കും നല്ല കട്ടിയിൽ വയ്ക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനത് ഗ്രേവി പോലെ വെച്ചിട്ടാണ്. എൻ്റെ വീട്ടിൽ അമ്മ ഇങ്ങനെ ഉണ്ടാക്കും, നല്ല ഗ്രേവി പോലെ ഉണ്ടാക്കിയിട്ട് നല്ല മീൻ വറുത്തതും എലിശ്ശേരി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതത് തിളച്ച് വന്നപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു, അതിൽ കടുക് പൊട്ടിച്ചു, ജീരകം പൊട്ടിച്ചു, പിന്നെ നാളികേരം, കറിവേപ്പിലയും വറ്റൽമുളകാണ് ഇടുന്നത്. അതിൽ കറിവേപ്പിലില്ല, വറ്റൽമുളക് ഇട്ടു. നല്ലൊരു പുളിയുറുമ്പിൻ്റെ നിറമാവണ വരയ്ക്ക് നന്നായിട്ട് അത് വറുത്ത് വരണം കേട്ടോ. വറുത്തിട്ട് നമുക്ക് ആ മത്തങ്ങ എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് ലാസ്റ്റത്തെ പരിപാടി. എരിശ്ശേരിൻ്റെ ലാസ്റ്റ് ഇതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ രാത്രിക്ക് തികഞ്ഞില്ല എരിശ്ശേരി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമല്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്നത്.
എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഇതുപോലെ അമ്മ എരിശ്ശേരി കായ ഇട്ടിട്ടും നേന്ത്രക്കായും പയറൊക്കെ ഇട്ടിട്ട് എരിശ്ശേരി ഒക്കെ ഇട്ടു. ഇവിടെ ഇങ്ങനെ പിള്ളേരധികം എല്ലാവരും കൂട്ടാത്താണ് ഞാൻ അങ്ങനെ വെക്കാത്തത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഇടയ്ക്ക് എരിശ്ശേരി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വറുത്ത് കോരി സെറ്റ് ചെയ്ത്. ഞാനിങ്ങനെ വേറെ വയ്ക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ കുണുക്കന് എന്നും മീൻകറി വേണം. പിന്നെ കുണുക്കന് മീൻകറി വെച്ചിട്ട് പിന്നെ വേറൊരു പച്ചക്കറിയുടെ കറി ചാറുകറി വെക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ വെക്കാത്തത്. ഇപ്പോൾ കുണുക്കനും ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇടയ്ക്ക് വെറൈറ്റി കറിയിൽ വെക്കട്ടോ. അന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ടോ. അതിൻ്റെ ഒരു ഇതാണ്. ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ നാരയുടെ കുളി കഴിഞ്ഞു, അപ്പാപ്പയുടെ കുളി കഴിഞ്ഞു, കാത്തുമ്മയുടെ കുളി കഴിഞ്ഞു, അമ്മാമ്മൻ്റെ കുളി കഴിഞ്ഞു, കാത്തുവിൻ്റെ അപ്പയുടെ അമ്മയുടെ കുളി കഴിഞ്ഞു. ഇനി കുളിക്കാത്തത് ഇവിടെ 3 വ്യക്തികളാണ്. കുഞ്ഞുമേമ, കുഞ്ഞുമാമൻ, മേമ. അല്ല കാത്തുവിൻ്റെ അമ്മ അച്ഛന് വർക്കിന് പോയി. അപ്പോൾ ഈ കാത്തു ഞങ്ങളുടെയായി. ഹായ് വന്നി, ഹായ് ഇഞ്ചി വന്നി ഇഞ്ചി. ഇപ്പം അമ്മാമ്മ കുട്ടിയായിട്ടുണ്ട് കേട്ടാ. ഇപ്പം അമ്മാമ്മയുടെ പെറ്റാണ് കുട്ടി. അല്ല പിന്നെ നാവ് ഒറ്റി കഴിച്ചിട്ടുണ്ട്. അത് വേണ്ട. അച്ചാച്ചനെ കുളിച്ച് കുരയൊക്കെ തൊട്ട് സുന്ദരനെ കഴിഞ്ഞിട്ട് നമുക്ക് കുറി തൊടാൻ പറ്റാത്ത കാരണം നമ്മൾ കുറി തൊടുന്നില്ല. കാത്തുമ്മ തൊട്ടുണ്ട്. കാറ്റ കുരിയായിട്ട് അമ്മ കാത്തുമ്മ കുരി ഇട്ടിട്ട് കേട്ടിട്ട് കുരിയിട്ടുണ്ട്. സിന്തിരി കഴിഞ്ഞിട്ട് അവളമ്മ പോകുമ്പോ തൊട്ടുകൊടുത്തിട്ട് പോയത്. ഓഫീസോ വർത്തമാനം കണ്ടു പോവാ. വായോ അച്ചാച്ചിക്ക് ചായ കുടിക്കണം. അപ്പൊ ഞങ്ങളിങ്ങനെ ക്യാമറ കൊണ്ട് ഇവിടെ കൊണ്ടുവച്ചു. മോൻ പെടരുത്. പിന്നെ എന്താ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഗുരുവായൂർ നടയിൽ സിനിമ കാണാൻ പോയി. ഇല്ലേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ. ഞങ്ങൾ ഇപ്പം ഞാൻ ഇത്രയും കണ്ട സിനിമ ദിലീപിന്റെ സിനിമ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയും കടത്തി വെട്ടി. ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രയും നാൾ ഇപ്പോൾ കുറേ ന്യൂ ജനറേഷൻ കണ്ടിട്ട് കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒറ്റ ഇഷ്ടപ്പെട്ടാലും ഒറ്റ ട്രിപ്പ് കാണാം. അതിനും കൂടുതൽ കാണാൻ ഒരു സിനിമയോടും എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഗുരുവായൂർ നടയിൽ എന്നുള്ള സിനിമ ഉണ്ടല്ലോ, അമ്പലനടയിലുണ്ടല്ലേ, ഗുരുവായൂർ അമ്പലനടയിൽ നമുക്ക് വീണ്ടും കാണാൻ തോന്നുന്നു. എനിക്ക് 2-3 പ്രാവശ്യം കൂടി ഇരുന്ന് കാണുന്നത് നല്ലതായിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ തോന്നിയില്ല. അടുത്ത ഷോയ്ക്ക് അവിടെ ഇരിക്കാൻ തോന്നി. സത്യം പറഞ്ഞാൽ അത്രയും നമ്മളവിടെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ് കേട്ടോ. പ്രത്യേകിച്ച് കഥയുണ്ടോ ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ പണ്ടത്തെ കാലഘട്ടത്തിൽ ലാലേട്ടൻ്റെ മമ്മൂട്ടിൻ്റെ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് നമ്മുടെ വാത്സല്യം അങ്ങനത്തെ പ്രതീക്ഷിച്ച് നമ്മൾ ഒരു സിനിമയ്ക്ക് പോയത്. പക്ഷേ ഇപ്പം നമുക്ക് ഏറ്റവും ആവശ്യം എന്താ? നമ്മുടെ ആയുസ് കൂട്ടാൻ ചിരിക്കാൻ സമൃദ്ധിയുണ്ട്. അതായത് പോരാട്ടാന്ന് സിനിമ തുടങ്ങിയ തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് ചിരിക്കാനുള്ള കണ്ടന്റ് അതിലുണ്ട്. അതാണ് ആ സിനിമയുടെ ഏറ്റവും എല്ലാവരും അടിപൊളിയാണ്. പൃഥ്വിരാജിനെ കാണാൻ എന്തൊരു രസം. പൃഥ്വിരാജിന് കുറേ നാൾക്ക് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു സിനിമ അറിയുന്നുണ്ട്. കുറേ നാൾക്ക് ശേഷം നമ്മൾ ബ്രോഡാഡിയൊക്കെ ഇറങ്ങി അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പൃഥ്വിരാജിൻ്റെ സിനിമ. അതുപോലെ തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ കേട്ടോ ഗുരുവായൂർ അമ്പലനടയിൽ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണും. പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, നമ്മളവർക്ക് ഇഷ്ടപ്പെട്ട ഞാനിപ്പോൾ ഈ സിനിമ ആദ്യം ഞാൻ ചോദിച്ചത് ആരോടാന്ന് പറയും, നമ്മുടെ കല്യാണി ഇല്ലേ, എല്ലാവർക്കും അറിയണമാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യമുള്ള ഒരാൾ തന്നെയാണ് കല്യാണി. അപ്പോൾ കല്യാണി ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു സിനിമ റിലീസിന് എന്ന് തന്നെ തോന്നുന്നു കാണാൻ പോയപ്പോൾ. ഞാൻ കല്യാണിൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് എങ്ങനെയുണ്ട് സിനിമ എന്നുള്ള അടിപൊളിയാണെന്ന് ചോദിച്ചപ്പോൾ ചിരിക്കാണ്ട് കുഴപ്പമില്ല ഒരുപാട് അങ്ങനെ അവൾ പറഞ്ഞായിരുന്നു, നല്ല സിനിമയാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കല്യാണി. ആ ഒരു പേരിലായിട്ട് ഞാൻ കാണുമ്പോൾ എനിക്ക് ഒരു സിനിമ കാണുമ്പോൾ ഇപ്പോൾ പേടിയെന്ന് വെച്ചാൽ നമുക്കൊരു സിനിമ ആണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം കാശ് വേണം, അത് കളയണ്ടേ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ 1-2 പേടി പറ്റിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ സത്യം പറയുള്ളൂ, ഞാൻ ഷെയർ ചെയ്തത് അടിപൊളി സിനിമ. സ്കൂൾ തുറക്കണതിന് മുന്നേ കുട്ടികളെ കൊണ്ട് കാണിക്കണം. അടിപൊളി. ഇത് പ്രമോഷനും കാര്യങ്ങളൊന്നും കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് ചിരിക്കാനും അതിൻ്റെ കണ്ണിന് കുളിർമുള്ള കാര്യങ്ങൾ കാണാം. അതൊക്കെ അല്ലേ നല്ല സൗന്ദര്യം, അതൊക്കെ കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സിനിമ. നായകന്മാർ നല്ല ഭംഗിയുണ്ട്, സിനിമ നായകനും നല്ല ഭംഗിയുണ്ട്. പിന്നെ അളിയനായിട്ട് അഭിനയിച്ച ഒക്കെ അവരുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. വിനോദനായിട്ട് ആ ഒരു കഥാപാത്രമായിട്ട് വരുന്നത് പൃഥ്വിരാജിൻ്റെ അളിയനായിട്ട് അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. പിന്നെ എന്താ പറയാന്ന് വെച്ചിട്ടൊന്നും പറയാനില്ല.
അത്ര അടിപൊളി സിനിമയാണ്. എന്തായാലും എല്ലാവരും പോയി കാണട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനായിട്ട് പറയാത്ത ആളാട്ടോ, ഒരു പ്രാവശ്യം കൂടി കാണാൻ തോന്നുന്ന സിനിമ അത്രയും കണ്ടവർക്ക് എന്താ വെച്ചാൽ സിനിമ തിയേറ്റർ മൊത്തം ചെറിയുടെ ഒരു ആഘോഷം തന്നെയായിരുന്നു കേട്ടോ. ചെറിയ എല്ലാവരും ചെറിയൊരു തൊട്ട് വലിയൊരു വരെ ചിരിച്ച്, ചില സിനിമയിൽ നമുക്ക് വളിപ്പ് തമാശ പോലെ നമുക്ക് ചിരിക്കാൻ തോന്നില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതിൽ തമാശ പറയേണ്ട ശരിയാ. പൃഥ്വിരാജിൻ്റെ ഒക്കെ ഫേസിൻ്റെ ഒരു ആക്ഷനുകൾ കണ്ടപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിരിച്ച് പോകും. അതുപോലെ അടിപൊളിയായിട്ട് കേട്ടോ, പറയാൻ വാക്കുകളില്ല, അത്രയും അടിപൊളി സിനിമയാണ്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാശ് മുതലാക്കി കണ്ടൊരു സിനിമ പൃഥ്വിരാജിൻ്റെ ഈ സിനിമയാണ് കേട്ടോ. എല്ലാവർക്കും ഇതുപോലെയാണോ എന്നല്ല, ആവേശമൊന്നും എനിക്കിഷ്ടമായില്ല, ഉള്ളത് മനസ്സ് തൊട്ട് വല്ല എനിക്കിഷ്ടമായില്ല കേട്ടോ ആവേശ സിനിമ. എനിക്കെന്തോ അതിനോട് തീരെ എന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇഷ്ടമായില്ല. പക്ഷെ ഇതൊരു സംഭവമായിരുന്നു സിനിമ, അടിപൊളി സിനിമ പൃഥ്വിരാജിൻ്റെ ഗുരുവായൂർ അമ്പലനട. ഞാൻ സത്യം ഗുരുവായൂർ അമ്പലനട എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒരു ദൈവികമായിട്ടൊരു സിനിമയാണ്, അങ്ങനെ ഭക്തി അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ട്. പക്ഷെ അതൊന്നല്ല. ഗുരുവായൂർ അമ്പലനട എന്നിട്ട് ആ ഒരു ഭാഗമല്ല, ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഫാമിലി പരമായിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരുള്ള സിനിമയിൽ. പക്ഷെ അവരെ വെച്ച് നല്ല രസം, സൂപ്പർ. ജഗദീഷ് കുറേ വർഷം നിന്ന് അച്ചറോളായിട്ട് ഇപ്പോൾ ജഗദീഷ് അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ജഗദീഷും നല്ല രേഖ, പണ്ടത്തെ സിനിമ. അവരൊക്കെ ഇപ്പോഴത്തെ അമ്മ റോളിലേക്കൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് സിനിമ, സൂപ്പർ, ഒന്നും പറയില്ല, അടിപൊളി സിനിമ. ഇനിയും 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 ഇനി എത്ര കണ്ടാലും മതിയാവും, ഇനിയും കാണാൻ തോന്നുന്നു. അത് സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ തോന്നും, അതാണ് പ്രത്യേകത. എനിക്ക് ഫോണിലൊന്നും ഇരുന്നിട്ട് സിനിമ കാണാനൊക്കെ ഇഷ്ടമില്ല. എന്താണോ, ഞാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല അങ്ങനെ ഫോണിൽ ഇരുന്നിട്ട് സിനിമ കാണാനൊന്നും. കാണുകയാണെങ്കിൽ നല്ല സിനിമ കാണാൻ സിനിമ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. സിനിമ ആസ്വദിച്ച് കാണുമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണാം കേട്ടോ. നമ്മൾ എത്ര ടി വിയിലൊക്കെ കണ്ടാലും നമുക്കൊരു ഇത് കിട്ടില്ല. അടിപൊളി. അപ്പം ഇനി ഒന്നുമില്ല, ഞാൻ പഴക്കളയിൽ പണിയോട് നോക്കട്ടെ. സംസാരിച്ച് 6 മിനിറ്റോളം നേരെ ഈ സിനിമയെ പറ്റി മാത്രം അടിപൊളിയായി, അത്ര അടിപൊളിയായതുകൊണ്ട് പറഞ്ഞു കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ. പിന്നെ ഞങ്ങൾ കുഞ്ഞിനോട് എക്സാമിന് പോയിട്ട് ബാക്കി വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എക്സാമിന് പോയി വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് വിളി വന്നു, ഞങ്ങളുടെ വീട്ടിലേക്ക് കിടക്കണടുത്ത വഴി ഇടിഞ്ഞ് കിടക്കണം, ലോഡ് വണ്ടി വന്ന് കിടക്കണം, ഇടിഞ്ഞ് കിടക്കണം. അപ്പോൾ അവിടെ പണി നടക്കുക, രാത്രി കുറച്ച് വഴുകുന്നതാണ് പണി കഴിയട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കാണാൻ പോയിട്ടാണ്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം വന്ന് വീഡിയോ എടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബുക്ക് പൊതിയൊക്കെയാണ് കുണുക്കെ തൊയ്യം തേനില്ല ബുക്ക് പൊതിഞ്ഞായോണ്ട്. അപ്പോൾ ടെസ്റ്റ് കിട്ടാതെ കാരണമാണ് പൊതിഞ്ഞ്. അപ്പോൾ ടെസ്റ്റൊക്കെ ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ബുക്ക് പൊതിയുണ്ട്. അപ്പോൾ ഞാൻ ബുക്ക് പൊതിയുമ്പോൾ നെയിം സ്റ്റിപ്പ് ഞാൻ നമ്മുടെ ടെസ്റ്റിൻ്റെ മുകളിലാണ് കേട്ടോ, അത് ടെസ്റ്റിൻ്റെ ചട്ടമുണ്ട് അതിൻ്റെ മുകളിലാണ്, പൊതിഞ്ഞിട്ടില്ല, പൊതിയനേക്കാൾ മുന്നാണ് ഞാൻ ഒട്ടിക്കണത്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ കുട്ടികൾ അത് കഴിഞ്ഞ പോലെ തന്നെ കുണുക്കൻ്റെയൊക്കെ പകുതി ആകുമ്പോഴേക്കും ചീന്തിപ്പോയി, നെയിം സ്റ്റിപ്പൊക്കെ അവരിൽ നിന്ന് ചീന്തികൾ 2 ട്രിപ്പ് ഒട്ടിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാകുമ്പോൾ അതിനുള്ളിൽ സേഫായിട്ട് ഇരിക്കും കേട്ടോ. ബ്രൗൺ പേപ്പർ കൊണ്ടൊക്കെ പോയി ഞാൻ പകുതി ആകുമ്പോഴേക്കും ആ പേപ്പറൊക്കെ കഷ്ണമായി പോകും. അപ്പോൾ ഞാൻ എല്ലാ കുണുക്കനും കുഞ്ഞിനായാലും പൊന്നിനൊക്കെ ആയാലും ചെറുപ്പത്തിൽ ഞാൻ ഈ ഒരു കവറിങ് മേടിച്ചിട്ടാണ് കേട്ടോ കൂടുതൽ പൊതിയാറ്. പിന്നെ കുഞ്ഞിനും പൊന്നിനൊന്നും പൊതിയനകത്തേക്ക് അറിയണതിനൊക്കെ അമ്മയാണ് പൊതിഞ്ഞാൽ തരുന്നിട്ടാ. ഈ പ്രാവശ്യം എല്ലാം ഞാൻ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് പൊതിഞ്ഞു. 2 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് പൊതിയാട്ടാ. ഞാൻ ചേട്ടനോടും പൊന്നിനോടൊക്കെ കുഞ്ഞിനോടൊക്കെ പറഞ്ഞു അത് അമ്മ ഒറ്റയ്ക്ക് പൊതിഞ്ഞാൽ മതി, ഞങ്ങൾ പൊതിഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല അറിയും. അങ്ങനെ പൊതി എനിക്ക് ആരും സഹായിക്കാനൊന്നും വന്നില്ല കേട്ടോ. കേട്ടോ നെയിം സ്റ്റിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എന്താ വെച്ചാൽ നമ്മുടെ മക്കളെ എത്ര നമ്മൾ എല്ലാവരും ആരാധിച്ചാലും നമ്മുടെ മക്കളുടെ ഫോട്ടോ കാണുമ്പോഴുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടില്ലല്ലോ. ആരുടെ ഫോട്ടോ ഒട്ടിച്ചാലും നമ്മുടെ കുണിക്കുമ്പോഴുള്ള ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇത് കുണിക്കുമ്പോഴുള്ള ബുക്കായിട്ട് കുണിക്കുമ്പോൾക്കുണ്ട് 4-5 ടെസ്റ്റ്, കുണുക്കനും ഉണ്ട് 5 ടെസ്റ്റ്, 5 നോട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം പൊതിഞ്ഞ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മുടെ കാർത്തുമോൾ തൊപ്പിയൊക്കെ വെച്ച് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കൂടുതൽ ഇങ്ങനെ അധികം വീതിയിലൊക്കെ വരുന്ന വശമൊക്കെ നന്നായി കട്ട് ചെയ്ത് കളയും കേട്ടോ. എൻ്റെ അമ്മ നല്ല ഭംഗിയുടെ ബുക്ക് പൊതിയാണ്, അത് കണ്ടു പഠിച്ച എന്നെ തോന്നുന്നു ഞാനും പരമാവധി നല്ല ഫിനിഷ് ചെയ്യണം. ഇതുകൊണ്ട് പൊതിഞ്ഞ് എന്താ കാര്യം എന്ന് പറയും, പണ്ടൊക്കെ നമ്മൾ ബുക്ക് പൊതിഞ്ഞൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കിടക്കയുടെ അടിയിൽ കൊണ്ടിങ്ങനെ നിരത്തി വയ്ക്കും, ഒന്ന് വെയിറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അമർന്ന് സെറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കവറോട് പൊതിയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്രയും ഫിനിഷിങ്ങും കാര്യങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു പൊതിഞ്ഞൊക്കെ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇരിക്കുന്നുണ്ട്, കളിയും ചെറിയും പറയുന്നുണ്ട്. പൊതിയണത് ഒറ്റയ്ക്കാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇന്നത്തെ വീഡിയോ തട്ടിക്കുട്ടി വീഡിയോ ആയിരുന്നു, എല്ലാവരും ക്ഷമിക്കാം, വയ്യാത്തതുകൊണ്ടാണ്. എന്നാലും നമ്മുടെ ഈ എരിശ്ശേരി വെക്കാത്തതുകൊണ്ടുണ്ടെങ്കിൽ ആരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. പല രാജ്യങ്ങളിലും പല നിലയ്ക്കൽ വയ്ക്കുക, അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ, ഇനി ബാക്കി നാളെ വേണം. ബൈ. അപ്പോൾ നമ്മുടെ
ബുക്ക് പൊതിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് ബാഗിലൊക്കെ വെച്ച് ഭയങ്കര ഇൻട്രസ്റ്റഡാണ് കേട്ടോ കുടുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എന്താണാവോ എന്തോ അറിയില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞ് പോട്ടെ.